ഈ കേരളത്തിന്, മലയാളത്തിന്, ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലകൾക്ക് ഒരുപാട് മനുഷ്യരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ് മഹാരാജാസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഈ സിനിമ, ഈ റെക്യൂ ക്ലബ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ ടീമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ സംവിധായകൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പോലെ ഈ സ്ഥാനത്ത് നിന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്ത മഹാരാജാസിന്റെ മുൻ ചെയർമാനായിരുന്നു ശ്രീ ആഷിഖ് കപൂർ. അതുപോലെ നമ്മൾ നീരജിനെ പോലെ, രാജീവ് രവിയെ പോലെ ഈ യൂണിയന്റെ പോയ കാലത്ത് ചെയർമാൻമാരായിരുന്നവർ ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തിനകത്ത്, ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനകത്ത് അതുല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഇടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ്. തീർച്ചയായും നമ്മൾ നമ്മുടെ യൂണിയൻ ഇനാഗ്രേഷൻ നടത്തുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് അഡ്രസ് ചെയ്യാതെ ഒരു ഘട്ടത്തിലും മഹാരാജാസിന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. ലോകത്തെമ്പാടും മനുഷ്യർ അധിനിവേശത്തിന്റെ ക്രൂരതയിൽ, കിരാതവാഴ്ചയിൽ പെട്ടമർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നാം നമ്മുടെ യൂണിയൻ ഇനാഗ്രേഷന് വേണ്ടി ഇന്നിവിടെ ഇതുപോലെ ഒത്തുചേർന്നിട്ടുള്ളത്. സിറിയയിലും പാലസ്തീനിലുമുള്ള മനുഷ്യർ ഇന്നും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തെ ഒരു ജില്ല ഏറ്റവും വലിയ ഒരു ദുരന്ത ഭൂമിയെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ അത്